അഭിപ്രായത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അഖിൽ മാരാർ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്? കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ സംഭാവനയായി നൽകുകയും ചെയ്തു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? സംശയം ഉണ്ടാകാനുള്ള കാരണം നമുക്ക് ആദ്യമേ ഒന്ന് കണ്ടിട്ട് വരാം. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് വാർത്തകൾ നമ്മൾക്ക് മുൻപിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും. എല്ലാ പ്രേക്ഷകർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായും 2 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മളുടെ അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് എന്നിട്ട് പറഞ്ഞതിൽ നിന്നും അദ്ദേഹം പിൻവലിഞ്ഞു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ധനസഹായത്തിലേക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം 1 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതിന് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അത് നിരവധി ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ആ വീഡിയോ കണ്ട് നിരവധി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വരികയും ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ സാഹചര്യത്തിൽ നന്ദി അറിയിക്കുകയാണ്. എന്നെ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആളുകൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. കാണാത്ത കൂടുതൽ ആളുകൾ എൻ്റെ ഈ വീഡിയോ എത്തുന്നതും നിങ്ങൾ പറ്റുമെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്തൊരു പുതിയ ചാനലാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 5 വിന്നറാണ് അഖിൽ മാരാർ. പല കാര്യങ്ങളിലും, പല സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലും തൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ശക്തമായി പറയുകയും ആ അഭിപ്രായത്തിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകാൻ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ കേസുകൾ വരികയുണ്ടായി. അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ, അദ്ദേഹം താല്പര്യമില്ല എന്ന് പറഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പകരം 3 വീടുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞു. അതിനുശേഷം അത് 4 വീടായിട്ട് ഉയർത്തുകയും ചെയ്തു. വളരെ നല്ല കാര്യം. ഈ ഇത്തരത്തിൽ ഇദ്ദേഹം നടത്തിയൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ പ്രചരണം നടത്തി എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കേസ് വരികയുമുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. നിലവിൽ അദ്ദേഹം എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ കാര്യം വളരെ വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ സംഭാവനയായി നൽകുകയും ചെയ്തു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം? നമുക്ക് അതിനു മുമ്പേ അഖിൽ മാരാറെ പോലെ പലർക്കും ഇങ്ങനൊരു സംശയം ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകാമോ, ഇത് സേഫാണോ എന്നൊരു ചർച്ച പലർക്കിടയിലുമുണ്ട്. ഇതിൽ നിന്ന് തട്ടിപ്പുണ്ടാകുമോ? ഇങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാനുള്ള കാരണം നമുക്ക് ആദ്യമേ ഒന്ന് കണ്ടിട്ട് വരും. CPM നേതാവ് മുഖ്യപ്രതിയായ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതികളെ പിടികൂടാനാവാതെ ക്രൈംബ്രാഞ്ച്. ദുരിതാശ്വാസ സഹായത്തിന് അപേക്ഷിച്ചവരുടെ എണ്ണവും നൽകിയ തുകയും തിരക്കിയ വിവരാവകാശ ചോദ്യത്തിന് സർക്കാരിൽ മറുപടിയില്ല. ഇതുപോലെ നിരവധി വാർത്തകളാണ് നമ്മൾക്ക് ഇത്തരത്തിൽ സംശയം ജനിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് വാർത്തകൾ നമ്മൾക്ക് മുൻപിൽ കാണാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു സഹായം പ്രഖ്യാപിക്കുകയും അതിനുശേഷം നിലവിലെ ആ സഹായത്തിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒരു ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് വാ. സമാനമായ ഒരു കുടിയിറക്കം 5 വർഷം മുൻപുണ്ടായിരുന്നു പുത്തുമലയിൽ. അവിടെ നിന്ന് കുടിയിറങ്ങിയ 57 കുടുംബങ്ങൾ പാർക്കുന്ന ഹർഷം എന്ന പുനരധിവാസ പദ്ധതി ഇവിടെയാണ്. ദുരന്തബാധിതർക്കായി പുത്തുമലയിൽ സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് നിർമ്മിച്ച 57 വീടുകളാണ്. ഇപ്പോഴത്തെ പോലെ ടൗൺഷിപ്പ്, സ്കൂള്, അംഗനവാടി, ആരോഗ്യ കേന്ദ്രം അങ്ങനെ പലരുണ്ടായി ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതില്ല, ഹെൽത്ത് സെന്റർ പറഞ്ഞാൽ അതില്ല, അംഗനവാടി പറഞ്ഞാൽ അതില്ല, ഒന്നുമില്ല. ഈ അനുഭവം അവർക്കുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് സമാന്തരമായ ഒരു ദുരിതം സംഭവിക്കുകയും അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും സഹായം ചെയ്യുകയും ആ സഹായത്തിൽ ജനങ്ങൾ തൃപ്തരല്ല, അല്ലെങ്കിൽ ആ സഹായം ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും, ഒരു പ്രമുഖ ചാനലിൻ്റെ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല, റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത ശരിയാണെന്ന് നിരന്തരം നിർഭയം ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ ചെയ്ത വാർത്ത ശരിയാണെന്ന്. ആ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ അഖിൽ മാരാരെ പോലെയുള്ള ആളുകൾ സംസാരിക്കുകയാണ്. നിങ്ങൾ തന്ന വാർത്ത വളരെ കറക്റ്റാണല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെയും വിമർശിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനൊരു വാർത്ത നൽകിയത്? നിങ്ങൾ തന്നെയാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്ത നൽകിയത്. നിങ്ങളുടെ വാർത്തയെ വിശ്വസിച്ച് ചിലർ പ്രതികരിക്കുമ്പോഴത്തേനും അതിനെ നിങ്ങൾ വിമർശിക്കുന്നു. ആ ഒരു സാധനം കൂടെ ഞാൻ കാണിച്ചുതരാം. മറ്റൊരു പ്രമുഖ ചാനലിൽ അഖിൽ മാരാരെ കുറിച്ച് പറഞ്ഞ സാധനം കണ്ടിട്ട് വരൂ. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്നും പ്രചരണം ശക്തമാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്ന് പബ്ലിക്കായി പ്രഖ്യാപിച്ച സംവിധായകൻ അഖിൽ മാരാരെ പോലുള്ളവരെ ചെവി കൊള്ളാതെ തള്ളിക്കളയുന്നിടത്താണ് ഈ നാടിൻ്റെ വിജയം.
ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് ശക്തമായി പ്രചരിപ്പിച്ചത് ആരാണ്? ഒരു 10 പേരെ എനിക്ക് കാണിച്ചു തരൂ. 10 പേരെ ശക്തമായി പ്രതികരിച്ച ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത്. 1 or 2 ബോധമില്ലാത്ത ആളുകൾ കാണും, അവരെയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ശക്തമായി ഇതിനെതിരെ സംസാരിച്ച ആളുകളെ എനിക്ക് കാണിച്ചു തരുമോ? പിന്നെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നു, ഇത് നിങ്ങളിട്ട വാർത്തയുടെ വെളിച്ചത്തിൽ തന്നെ ആയിരിക്കുമല്ലോ അഖിൽമാരായിട്ട് ഇത് സംസാരിച്ചിട്ടുള്ളത്. അഖിൽമാരാരെ പോലുള്ള പലരുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇതിനോടനുബന്ധിച്ച് ഇപ്പം ഇങ്ങനൊരു വാർത്ത പറഞ്ഞു, ജനങ്ങൾ ചേർന്ന് നിന്ന് അഖിൽമാരാരെ പോലുള്ളവരുടെ വാക്കുകളെ തള്ളിക്കളയുകയാണ്, അവിടെയാണ് നമ്മുടെ വിജയം. അവിടെയാണോ നമ്മുടെ വിജയം? അവിടെയല്ല നമ്മളുടെ വിജയം. എന്തിനാണോ അഖിൽമാരാരുടെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ തള്ളിക്കളയുന്നത്? അഖിൽമാരാർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും, അതിനെ എതിർക്കുന്നവരുണ്ടാവും. അത് അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ റിലവൻ്റാണ്. അദ്ദേഹം ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ വിനിയോഗിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിന് അറിയണ്ടേ? ഇപ്പം ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ വിനിയോഗിക്കപ്പെടണമെന്ന് എനിക്ക് അറിയണമെങ്കിൽ എന്നെ അറിയിക്കണം. അത് എൻ്റെ ആവശ്യം തെറ്റാണോ? പിന്നെ ഗവൺമെൻറ്റിനെ ഒരു തരത്തിലും വിമർശിക്കാതെ മുന്നോട്ട് പോകുന്നതല്ല ശരിയായ ഒരു രാജ്യത്ത് നടക്കേണ്ട ഒരു രാഷ്ട്രീയ ഒരു പോക്കെന്ന് പറയുന്നത്. തെറ്റ് കാണിച്ചാൽ വിമർശിക്കപ്പെടണം. ആ വിമർശനത്തെ ഭരണപക്ഷം അതിനെ അറ്റൻഡ് ചെയ്തിട്ട് അതിന് ശരിയായ മറുപടി നൽകണം. ഇങ്ങനെയല്ലേ പോകുന്നത്. അല്ലാതെ ആ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അതിനെ കണ്ണും പൂട്ടി സ്വീകരിക്കുന്നിടത്ത് മാത്രമാണ് ശരിയെന്ന് പറയരുത്. നിങ്ങളെപ്പോലുള്ള പ്രമുഖ ചാനലുകൾ തന്നെയാണ് ഈ ഫണ്ട് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന് പറയുകയും, നിങ്ങളുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഇത് പറയുമ്പോഴത്തേനും അവർ മുഖ്യമന്ത്രിയുടെ ധനസഹായത്തെ വിമർശിച്ചു, അവർ ചെയ്തത് തെറ്റ്, അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു പ്രചരണമാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പൊളിറ്റിക്കൽ കളികളുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കുറേ നാൾ കോൺഗ്രസ് മുഖേന മാത്രം ഫണ്ട് നൽകണമെന്ന് സുധാകരൻ പറഞ്ഞ വാർത്തകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഐ ബട്ടൺ കൊടുക്കുക, ആ വാർത്ത ഞാൻ കാണിച്ചത്. ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് MLA-മാരും അതിലേക്ക് ഫണ്ട് നൽകുമെന്ന്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പൊളിറ്റിക്കലി ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ ഇവിടുന്ന് ജയിച്ച ഒരു കേന്ദ്രമന്ത്രി കേരളം അപേക്ഷിച്ചാൽ പഠിച്ചിട്ട് തരാമെന്ന് പറയുന്നു. ഇദ്ദേഹം ജയിച്ചില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം സംഭാവന നൽകിയേനെ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു വേറൊരു തരത്തിലുള്ള സഹായം നൽകിയേനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അദ്ദേഹം ഇനി വലിയ രീതിയിലുള്ള സഹായം ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരു കൈ ചെയ്യുന്ന മറുകൈ അറിയരുതെന്നാണല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, ഞാൻ വിമർശിക്കുന്നില്ല. അത് എന്തോ ആകട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഈ ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. കുറച്ച് മുമ്പേ നമ്മളൊരു വാർത്തയിൽ കണ്ടു, ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ വാർത്തയിൽ കണ്ടു, ഇന്നത്തെ പോലെ ടൗൺഷിപ്പുകളും മറ്റും അന്നും ഓഫർ ചെയ്തിരുന്നു, അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പറഞ്ഞ കുറച്ച് അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. പ്രയാസമായിരിക്കും. ഇപ്പോൾ അവിടെ ഒരു ടൗൺഷിപ്പ് വരാൻ പോകുന്നു എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സൂചന ലഭിച്ചത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ സ്കൂളും നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾ നേരോടെ നിർഭയം നിരന്തരം വിശ്വസിക്കുന്ന ഒരു ചാനലിൽ മുഖ്യമന്ത്രി നൽകിയ സഹായം കൃത്യമായി വന്നിട്ടില്ല, ടൗൺഷിപ്പുകൾ കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്യും. നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രമുഖ ചാനൽ ഇത് തന്നെയാണ് ഇത്തവണയും പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിമർശിക്കപ്പെടാതിരിക്കുന്ന എങ്ങനെയാണ്? ഇവിടെ ശരിക്കും തെറ്റുകാർ വിമർശിക്കുന്ന ജനങ്ങളാണോ, പറയുന്ന ഗവൺമെൻറ് ആണോ, ഇതിനെ കൊളാപ്സായിട്ട് ജനങ്ങളിലേക്ക് ന്യൂസ് എത്തിക്കുന്ന ചാനലുകാരാണോ? ഇതിൽ ശരിക്കും ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ആരെയാണ് നമ്മൾ എതിർക്കേണ്ടത്? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് ഇതിൽ ആർക്കൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടതെന്നുള്ളത്. ശരിക്കും നിങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ കുഴച്ച് വിടുന്നത്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് അഖിൽമാരാർ പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വ്യക്തിപരമായി കൊടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ വിമർശിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അന്തൻ കമ്മികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം 1 ലക്ഷം രൂപ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നൊരു ക്ലിപ്പിംഗ് മാത്രം ഞാൻ കാണിച്ചിട്ട് വരാം, കണ്ടിട്ട് വാ. എഴുതിയിരുന്നത് ആ വാക്കിനോട് നീതി പുലർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൽക്കാലം നൽകുന്നു. മറ്റു കാര്യങ്ങൾ, വീട് വെച്ച് കൊടുക്കാവുന്ന കാര്യങ്ങൾ അല്ലാതെ തന്നെ നേരിട്ട് ചെയ്യാനും ഞങ്ങൾ. അപ്പോൾ അഖിൽമാരാർ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് കൊടുത്ത കാര്യം
നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇത് ഓഡിറ്റിന് വിധേയമാണ്, ഓഡിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുമെന്നുള്ള പറഞ്ഞൊരു ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ജനങ്ങളെ കൃത്യമായി ജനങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകി എന്നുള്ള സാഹചര്യത്തിലാണ് അഖിൽമാരെ 1 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായത്. അല്ലാതെ അദ്ദേഹം ഭയന്ന് പിന്മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ അഭിപ്രായത്തിലേക്ക് വരാം. നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണോ എന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, നേരിട്ടാണ് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നേരിട്ട് സഹായിക്കുക. നിങ്ങൾക്ക് നേരിട്ട് സഹായിക്കാൻ സാധിക്കുന്നില്ലേ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് സഹായിക്കുക. അത് കൃത്യമായ ഓഡിറ്റുകൾ അനുസരിച്ചിട്ടാണ് ആ ഫണ്ട് പോകുന്നത്. അതിൽ നിന്ന് അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അഴിമതി ഉണ്ടാകാൻ സാധ്യതയില്ല. അതിൻ്റെ കാരണം ഇത് ഓഡിറ്റിന് വിധേയമാകുന്നു. പ്രതിപക്ഷം എന്നൊരു സാധനം ഇവിടെ വളരെ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി വന്നു കഴിഞ്ഞാൽ അവർ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരത് കൊണ്ടുവരികയും ചെയ്യും. ഇത് ഇന്ന് വരെ പ്രൂവായിട്ട് നമ്മളങ്ങ് കണ്ടിട്ടില്ല. നമ്മൾ പല വാർത്തകളും ആദ്യം തന്നെ ഞാൻ കാണിച്ചു, ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നു, പേപ്പർ നൽകുന്നതൊക്കെ. പക്ഷേ ഇങ്ങനൊരു അഴിമതി നടന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അഴിമതി നടന്നു എന്നൊരു വാർത്ത എങ്ങും പ്രൂവനല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിശ്വസിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു, നിങ്ങൾ നേരിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ കൈത്താങ് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സഹായം നിങ്ങൾ അവിടേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഇടാം. നിങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാം. നിങ്ങൾക്ക് സമ്പത്തില്ല, നിങ്ങളുടെ പൈസ ഇല്ല, നിങ്ങൾ ചെയ്യുക, മറ്റുള്ളവർ എത്തിക്കുക എന്നുള്ള വാർത്തകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. അവർ ചെയ്തോളും, നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തോളും. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സഹായം നിങ്ങൾ ഈ സാഹചര്യത്തിൽ ചെയ്യുക. നമ്മൾ ഇത്രയൊരു വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഒറ്റക്കെട്ടോടെ ഒന്നിച്ച് നിന്ന് കയറി വരാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന് നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊരു ഫൺ വീഡിയോ അല്ല, ഇച്ചിരി കട്ടിയുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റ് വീഡിയോസുകളോട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഇതിൽ സീരിയസ് മാറ്റേഴ്സ് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് ഉടനെ കാണാം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. ബൈ.